ഹലോ ഫ്രണ്ട്സ്, പുതിയ യൂട്യൂബ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി അൺബോക്സ് ചെയ്യാൻ പോകുന്നത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഗാഡ്ജറ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ വാഹനമൊക്കെ ഉപയോഗിക്കുന്നവർക്ക് വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ഗാഡ്ജറ്റ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. അപ്പോൾ ഇതൊരു പോർട്ടബിൾ വാക്യൂം ക്ലീനറാണ്. വളരെയധികം പവറുള്ള ഒരു പോർട്ടബിൾ വാക്യൂം ക്ലീനറാണ്. അപ്പോൾ കാറൊക്കെ യൂസ് ചെയ്യുന്നതാണെങ്കിൽ അപ്പോൾ അതിന്റെ ഡാഷ്ബോർഡും കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ ഞാനിത് ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ നമുക്ക് അതിന്റെ യൂസർ മാനുവൽ ആദ്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ രണ്ടാമതായി നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ ഈ വാക്യൂം ക്ലീനറിന്റെ ഒരു ഫിൽട്ടർ ആണ്. അതുപോലെ തന്നെ അത് ഡസ്റ്റ് വലിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഹോൾഡറും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അതിന് ശേഷം ഒരു ചെറിയൊരു പൈപ്പ് പോലത്തെ ഭാഗം കാണാം. നമുക്കത് കണക്ട് ചെയ്തിട്ട് വെക്കേണ്ടതാണ്. അപ്പോൾ ഇത് നമുക്ക് പൊടി കളയാൻ വേണ്ടിയിട്ട്, അതായത് ഇലക്ട്രോണിക് ഉപകരണങ്ങളിൽ മറ്റു പൊടി ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ്. അപ്പോൾ ഇത് നമ്മുടെ കീബോർഡ് മറ്റു കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ടൂളാണ്. ഇതുപോലെ അത് ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ചാർജിങ് കേബിൾ കാണാൻ കഴിയും. അപ്പോൾ നോർമൽ ചാർജിങ് കേബിളാണ് ഇതിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വാക്യൂം ക്ലീനറിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ വാക്യൂം ക്ലീനർ. വളരെ പോർട്ടബിളാണ്, വളരെ ലൈറ്റ് വെയിറ്റ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. വളരെ പോർട്ടബിളാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ഭാഗം കാണാൻ കഴിയും. അപ്പോൾ ഈ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വിട്ടാൽ തന്നെ അത് ഓണായി വരും. അപ്പോൾ ഇത് നമ്മുടെ ഓൺലൈൻ്റെ ഭാഗമായിട്ട് നമുക്ക് സൗണ്ട് വെക്കാൻ കഴിയും. അപ്പോൾ ഇതിന്റെ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ അതായിരിക്കും ഉണ്ടായിരിക്കുക. ആദ്യമായിട്ട് നമ്മൾ അതിന്റെ എയർ ഫിൽട്ടർ വെക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിന്റെ ഉള്ളിലേക്ക് പൊടി കയറാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ എയർ ഫിൽട്ടർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ലെവലായിട്ട് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഈ രീതിയിലാണ് വെക്കേണ്ടത്. അപ്പോൾ അതിനുശേഷം നമുക്കിത് നമ്മുടെ വാക്യൂം ക്ലീനറിലേക്ക് ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ അതിന് രണ്ട് സൈഡിൽ ഒരു കട്ടിങ് ഉണ്ട്. ആ കട്ടിങ് നോക്കിയിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത്. ആ കട്ടിങ്ങിൽ ഇറങ്ങി നിൽക്കുന്ന രീതിയിലാണ് അതിന്റെ കണക്ടർ കണക്ട് ചെയ്ത് വെക്കേണ്ടത്. അപ്പോൾ ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാക്യൂം പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്. ഫ്രണ്ട് ഭാഗത്ത് ബ്ലാക്ക് കാണുന്ന ഭാഗത്ത്. അപ്പോൾ ഈ സക്സസ്ഫുള്ളായി ഫിക്സ് ചെയ്ത് അതിന്റെ കട്ടിങ്ങിലൊക്കെ കയറി ശരിയായ രീതിയിൽ നിന്നിട്ടുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിന്റെ പൈപ്പ് ഒന്ന് ഫിക്സ് ചെയ്യാം. അപ്പോൾ പൈപ്പ് ഫിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് വാക്യൂം പർപ്പസിന് വേണ്ടി ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇവിടെ കുറച്ച് ഡസ്റ്റ് കാണുന്നുണ്ട്. അപ്പോൾ നമുക്കതങ്ങനെ റിമൂവ് ചെയ്യാൻ നോക്കാം. അപ്പോൾ കണ്ടോ, വളരെ പെട്ടെന്ന് തന്നെ എല്ലാ ഡസ്റ്റും അത് വലിച്ചെടുക്കുന്നുണ്ട്. സൈഡിലെ ഡസ്റ്റൊക്കെ വളരെ ഈസി ആയിട്ട് അത് വലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പവർ നമുക്ക് കാണാൻ കഴിയും. ബ്ലേഡൊക്കെ അതിൽ ഫിക്സ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ സൈഡിൽ ഇതുപോലെ ജനാലകളും മറ്റുമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഇത് നമുക്ക് ഉപയോഗിക്കാം. വലിയ പർപ്പസിന് അല്ലെങ്കിൽ നമുക്ക് ചെറിയ പർപ്പസിന് വേണ്ടി ഇത് യൂസ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ റൂം മൊത്തമൊക്കെ ക്ലീൻ ചെയ്യാൻ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതുപോലെ ചെറിയ സ്ഥലങ്ങളിലെ പൊടിയൊക്കെ നമുക്ക് വലിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ അത്യാവശ്യം നല്ലൊരു പവർ തന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഞാനിവിടെ അതിൻ്റെ ബ്രഷ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കമ്പ്യൂട്ടറിൻ്റെ കീബോർഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ വളരെ സിമ്പിളാണ്. നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ മതി. അപ്പോൾ പൊടിയൊക്കെ അത് പുറത്തേക്ക് വരിക, അതുപോലെ തന്നെ വലിച്ചെടുക്കാനും കഴിയും. ഇതുപോലെ ഇലക്ട്രോണിക് ഉപകരണമൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഉപയോഗപ്രദമാണ്. വളരെ സിമ്പിളാണ് ഇത് യൂസ് ചെയ്യാൻ. വലിയ വെയിറ്റും ഇല്ല. അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോക്ക് അടിക്കുന്ന പൊടിക്കും നമ്മുടെ അപ്പോൾ 3.7 വോൾട്ടിന്റെ ബാറ്ററിയിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് നോക്കാം, നല്ല കീബോർഡൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് അതിന്റെ പൊടി കളയാൻ വേണ്ടിയിട്ട്, അതായത് ഡസ്റ്റ് കളയാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വാക്യൂം പർപ്പസിനല്ല, അപ്പോൾ പൊടി കളയാൻ വേണ്ടിയിട്ട് അതായത് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ മറ്റും ബോർഡോ മറ്റോ കാര്യങ്ങളിൽ പൊടി ഉണ്ടെങ്കിൽ അതങ്ങനെ കളയാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇതിന്റെ പിറകെ വശത്താണ് ഇത് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളിത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിലുള്ള പൊടിയും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ കളയാൻ കഴിയും. അപ്പോൾ ഞാനിവിടെ കീബോർഡിൻ്റെ ഉള്ളിലെ പൊടിയൊക്കെ ഇങ്ങനെ കളയുകയാണ്. അപ്പോൾ ഇത് ടെക്നീഷ്യന്മാർക്കൊക്കെ കുറച്ച് ഉപകാരമായിരിക്കും. കാരണം ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ബോർഡിൻ്റെ അകത്ത് വരുന്ന പൊടിയൊക്കെ ഈ രീതിയിൽ നമുക്ക് നല്ല രീതിയിൽ കളഞ്ഞെടുക്കാൻ കഴിയും. ഇതിന്റെ പവർ ഞാൻ കാണിച്ചത് ഇപ്പോൾ ഒരു പേപ്പറൊക്കെ പോകുന്നത് കാണാൻ കഴിയും. നല്ലൊരു പവർ തന്നെ ഇത് തരുന്നുണ്ട്. പുറത്തേട്ട് ഞാനിവിടെ സൈഡിലുള്ള പൊടിയുണ്ട്, അത് നിങ്ങൾക്ക് കളയുന്നത് കാണിച്ചു തരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ അത് പൊടിയൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ഇതിൽ നോർമൽ USB പോർട്ടാണ്, ഇതിന് ചാർജിങ് പോർട്ടായിട്ട് ഇതിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ചാർജിന് വെച്ച് നോക്കാം. ഇതുപോലെ നോർമൽ ചാർജർ യൂസ് ചെയ്താൽ മതി, 5 വാട്ടിൻ്റെ ഒക്കെ. അപ്പോൾ ഫാസ്റ്റ് ചാർജിൻ്റെയും യൂസ് ചെയ്താൽ കുഴപ്പമില്ല, പെട്ടെന്ന് ചാർജായി കിട്ടും. അപ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് ലോഡ് അനുസരിച്ചിട്ട് നമ്മുടെ ഫാസ്റ്റ് ചാർജിൻ്റെ അകത്ത് അതിൻ്റെ ലോഡിൽ വ്യത്യാസം വരുത്തും. അപ്പോൾ ഇവിടെ ചാർജിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു LED
ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ചാർജ് ഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഗ്രീൻ ലൈറ്റ് തെളിയുന്നതായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ചാർജ് ചെയ്തെടുക്കാൻ ഏകദേശം ഒരു മണിക്കൂറൊക്കെ സമയം ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഓണാക്കാൻ പാടില്ല, കാരണം നല്ല പവർഫുൾ മോട്ടറാണ്, ബാറ്ററി പെട്ടെന്ന് തന്നെ കേടുവരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് നമ്മളൊന്ന് ശ്രദ്ധിക്കണം, ചാർജ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ചാർജിങ് ഫുൾ ആയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു ഗ്രീൻ ലൈറ്റ് തെളിയുന്നത് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ 1600 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഫുൾ ചാർജ് ആകാൻ വേണ്ടിയിട്ട് ഏകദേശം 1 മണിക്കൂർ സമയം വേണം. അപ്പോൾ നമുക്കൊരു 1/4 മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നുള്ളൂ ഇത്. അപ്പോൾ ഇത് പർച്ചേസ് ആയിട്ട് ഒരാഴ്ചക്ക് മുകളിലായി. അപ്പോൾ ഇതിന്റെ പെർഫോമൻസ് നോക്കിയിട്ടൊക്കെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഓക്കെയാണ്. അപ്പോൾ നല്ല പവർഫുൾ ആയിട്ടുള്ള മോട്ടറും കാര്യങ്ങളൊക്കെയാണ്, പക്ഷേ ബാറ്ററി ബാക്കപ്പ് വളരെ കുറവാണ്. കണ്ടിന്യൂസ് ആയിട്ടൊരു 15 മിനിറ്റ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുകയുള്ളൂ. ചെറിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് മാത്രമേ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ കഴിയുള്ളൂ. അതായത് നമ്മൾ കാറിന് ഇന്റീരിയറും കാര്യങ്ങളും അതുപോലെ ഇലക്ട്രോണിക്സ് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം. ഹോം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ എന്നാലും നമ്മുടെ ഹോമിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിന് വിലയായത് 700 രൂപയാണ്. അപ്പോൾ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തത്. ഈ പ്രൊഡക്റ്റ് ലിങ്ക് എൻ്റെ വീഡിയോ ഏതായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ പുതിയൊരു വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.